നേതാവ് ബിന്ദു കൃഷ്ണ കൂടി ചേരുന്നുണ്ട്. ചേച്ചി, ഒരു സ്ത്രീക്ക് നേരിടേണ്ട ഭയങ്കര ഗുരുതരമായ ഒരു സംഭവമായിരുന്നു പോലീസ് സ്റ്റേഷനിൽ നേരിട്ടത്. എന്താണ് ഈ സ്റ്റേഷനുകളിൽ സംഭവിക്കുന്നത്? സാധാരണക്കാർക്ക് അവർക്ക് ചെന്ന് കയറി ഒരു പരാതി പറയാൻ പറ്റാത്തൊരു സ്ഥലമായി മാറിയോ? അതെ, തീർച്ചയായും കേരളത്തിലെ പോലീസിന്റെ വീഴ്ചയും പ്രാകൃതമായ രീതികളും കാരണം ഏറ്റവും കൂടുതൽ സാധാരണക്കാർ ബുദ്ധിമുട്ടുന്ന ദിവസേന നമ്മൾ ഓരോന്നും കേൾക്കാറുണ്ട്. എങ്ങനെയാണ് നിറവും ജാതിയും പ്രതിയാക്കുന്നതിന്റെ മാനദണ്ഡമായി കേരള പോലീസ് നിശ്ചയിച്ചതെന്ന് അറിയേണ്ടതായിട്ടുണ്ട്. ഒരു മാല കളഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ വീട്ടിൽ ജോലിക്ക് നിന്ന ആളിനെ സംശയിച്ച് പരാതി കൊടുത്താൽ ഒരു അന്വേഷണവുമില്ലാതെ പിടിച്ചുകൊണ്ടുപോയി മനുഷ്യാവകാശങ്ങൾ മുഴുവൻ ലംഘിച്ചുകൊണ്ട് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ വീട്ടുകാരെ അറിയിക്കാതെ ഒരു അറസ്റ്റിനുള്ള നടപടിക്രമങ്ങളെക്കുറിച്ച് രാജ്യത്തിന്റെ ഉന്നത നീതിപീഠമായ സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ക്രൂരത നടത്തുകയും ഏറ്റവും അവസാനം അത് ബിന്ദുവിന് നേരെയുള്ള ആരോപണം അസത്യമാണെന്ന് ബോധ്യപ്പെട്ട് തിരിച്ചുവിടുമ്പോൾ FIR റദ്ദാക്കാനുള്ള മര്യാദ പോലും കാണിക്കാത്തത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ആഭ്യന്തര വാഴയുടെ പ്രശ്നമാണ് ഇതുള്ളത്. സംസ്ഥാന ആഭ്യന്തരമന്ത്രി സമ്പൂർണ്ണ പരാജയമായതുകൊണ്ടാണ് ബിന്ദു എന്ന് പറയുന്ന ഈ യുവതിക്ക് പോലീസ് സ്റ്റേഷനിൽ 20 മണിക്കൂറോളം ഇത്തരത്തിലുള്ള ക്രൂരമായ അവഹേളനവും ആക്ഷേപവും അനുഭവിക്കേണ്ടി വന്നത്. കുഞ്ഞുങ്ങളെയും ഭർത്താവിനെയും ഭീഷണിപ്പെടുത്തി അവരെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. SIയെ സസ്പെൻഡ് ചെയ്തതുകൊണ്ട് മാത്രം പ്രശ്നം അവസാനിക്കുന്നില്ല. ഇതിന് കുറ്റകൃത്യത്തെ പങ്കാളികളായ മറ്റു ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണം. ആ പെൺകുട്ടിക്കെതിരെയുള്ള FIR റദ്ദാക്കണം. ആ പെൺകുട്ടിയും കുടുംബവും അനുഭവിച്ച മാനസിക വ്യതയ്ക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ സർക്കാർ തയ്യാറാകണം. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണയായിരുന്നു സംസാരിച്ചത്. അവർ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിറവും ജാതിയും തന്നെയാണ് ഇതിൽ പ്രധാനമായും. അത് തന്നെയാണ് അജീഷ്. തീർച്ചയായിട്ടും ഇത് ഇവിടം കൊണ്ട് നിൽക്കേണ്ട ഒരു കാര്യമല്ല. ഇതിൽ കർശനമായ നടപടികൾ ഉണ്ടാകണമെങ്കിൽ മാത്രമേ ഈ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള നിറവും ജാതിയും സാമ്പത്തിക അന്തരവും ഒക്കെ നോക്കി പ്രതിയാക്കുക. എന്താണ് സംഭവിച്ചത്? മാല കാണാതെ പോയിരുന്നു പോലുമില്ല, അവിടെ എവിടെയോ മാറ്റിവെച്ചതാകാനാണ് സാധ്യത എന്നാണ് ഇതുകൊണ്ട് മനസ്സിലാകുന്നത്. മോഷ്ടാവ് എന്ന് പറയുക, അങ്ങനെ പ്രതിയാക്കാനുള്ള ശ്രമം നടക്കുക, മാനസികമായി വേദനിപ്പിക്കുക, ഇതൊക്കെ തന്നെ നിർത്തേണ്ടതാണ്. അത് അങ്ങനെ നിൽക്കണമെങ്കിൽ മാതൃകാപരമായ ശിക്ഷ തന്നെ ഉറപ്പാക്കുകയും വേണം.